ശ്രീകണ്ഠാപുരം നഗരസഭയിലെ വിവിധ വാർഡുകളിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി ശ്രീകണ്ഠാപുരം നഗരസഭ ആരോഗ്യ വിഭാഗം. മാസങ്ങൾക്ക് മുമ്പ് ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു. ഇതേ തുടർന്ന് ആരോഗ്യ വകുപ്പും നഗരസഭാ ഭരണസമിതിയും നടത്തിയ മുൻകരുതലിൽ രോഗവ്യാപനം പൂർണ്ണമായും തടഞ്ഞിരുന്നു. കൂടുതൽ പേർക്ക് രോഗം പകരാതിരിക്കാൻ ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. സമീപത്തെ ജല ഉറവിടങ്ങളിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ നഗരസഭയിലെ വിവിധ വാർഡുകളിലും കോട്ടൂരിലെ പ്രമുഖ സ്ഥാപനത്തിലും മഞ്ഞപ്പിത്തം ഉള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗബാധിതർ ചികിത്സയിലാണ്. കുടിവെള്ളം പരിശോധനക്കായി അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം അറിഞ്ഞാലുടൻ ഉറവിടം എവിടെയാണെങ്കിലും കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി നൂറുദ്ദീൻ പറഞ്ഞു. നമസ്കാരം, ഞാൻ നൂറുദ്ദീൻ, ശ്രീകണ്ഠാപുരം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്. വാർഡ് കൗൺസിലർ നിലയിലും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പൊതുജനങ്ങളോട് സൂചിപ്പിക്കാനുള്ള അടിയന്തരമായ 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇപ്പോൾ ഈ അവസരം ഉപയോഗിക്കുന്നത്. നമ്മുടെ ശ്രീകണ്ഠാപുരവും പരിസര പ്രദേശങ്ങളിൽ ഇതിനു മുമ്പേ മുനിസിപ്പാലിറ്റിൻ്റെ പല ഭാഗത്തും മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായ ഇടപെടൽ കാരണം തന്നെ ഒരുപാട് കുറഞ്ഞിട്ടാണുള്ളത്. റിപ്പോർട്ടൊക്കെ വളരെ കുറവ് റിപ്പോർട്ടാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. എല്ലാ ഭാഗത്തും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് പുതുതായിട്ട് ഇപ്പം പറയാനുള്ളത്, ഒരു പ്രമുഖ സ്ഥാപനം എന്ന് തന്നെ പറയാം, കുറേ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു വലിയൊരു സ്ഥാപനം, അതിൽ നിന്ന് 3-4 പേർക്ക് ഒരു മഞ്ഞപ്പിത്തം, അതുപോലെ തന്നെ അവിടുന്ന് ഉപയോഗിച്ചവർക്കടക്കം മഞ്ഞപ്പിത്ത റിപ്പോർട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഹെൽത്ത് വിഭാഗം ചെക്ക് ചെയ്തു. വാട്ടർ സാമ്പിളൊക്കെ പരിശോധനയ്ക്ക് അയച്ചിട്ടാണുള്ളത്. റിപ്പോർട്ട് കിട്ടുന്ന മുറക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ നടപടി എടുക്കുന്നതായിരിക്കും. ഇനി പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ കാര്യങ്ങളില്ല. ഏതായിരുന്നാലും എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്, ഈ അവസരത്തിൽ ഓരോ കടകളും ഓരോ വീടുകളും പരിസരവും കാര്യമൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ദിവസം എന്നുള്ള നിലയിൽ നടക്കും. ഏതെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടി ഉണ്ടായിരിക്കുന്നതാണ്. അത് മുഖം നോക്കാതെ നടപടി തന്നെ ഉണ്ടാകും. ആരോഗ്യവകുപ്പ് ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഒരു മുൻകരുതൽ എന്ന നിലയിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്, നമ്മൾക്ക് അറിയുന്നത് പോലെ തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. പഴങ്ങൾ, പച്ചക്കറികളൊക്കെ ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപയോഗിക്കുക. ഭക്ഷണ പാനീയങ്ങൾ അടച്ചു വെക്കുക. ചില ആൾക്ക് അശ്രദ്ധയായിരുന്നു. ചില കടകളിലൊക്കെ ഞങ്ങൾ കയറുമ്പോൾ കാണുന്നുണ്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ ഓപ്പണാക്കിയിട്ട് വെക്കുന്നത്. നിർബന്ധമായിട്ടും പാലിക്കണം. ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ കച്ചവടക്കാരും വീട്ടുകാരും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത് മുഴുവനും നല്ല ഭദ്രമായിട്ട് അടച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കുടിവെള്ളം ക്ലോറിനേഷൻ ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആരും കുറേ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. ഈ ഭാഗത്ത് ഇപ്പം അങ്ങനത്തെ പ്രശ്നവും കാര്യമൊന്നുമില്ല. കച്ചവടക്കാരുടെ ഭാഗത്ത് നല്ല സഹകരണം ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പറയുന്നത്. അതുപോലെ തന്നെ ടോയ്ലറ്റ് പോകുമ്പോഴും വരുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും കഴിച്ചു കഴിഞ്ഞാലും സോപ്പിട്ട് തന്നെ കൈകൾ കഴുകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ വിശദമായി അറിയിക്കുന്നതായിരിക്കും.